ഹായ് ഗായ്സ്, അപ്പം ഇന്നൊരു വോൾസ്വാഗൺ ജെറ്റ 2010 മോഡലാണ് വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പാനൽ വരുന്നത്. പിന്നെ ഇതിൽ ഡോർ ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കമ്പനി സ്റ്റീരിയോ ഡയറക്റ്റ് കണക്ഷൻ ആവും. അപ്പോൾ അത് ചാവി കണക്ഷനിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ യൂസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ അതിൽ സോങ് മ്യൂട്ടാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് മ്യൂട്ടാവാതിരിക്കാനൊരു സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് കാർ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേറ്റവും ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റിവേഴ്സിങ് മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറ ഓൺ ആയാലും സോങ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇത് എല്ലാ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലും ഇതേപോലത്തെ സെറ്റിങ്സ് ആയിരിക്കില്ല. പല ആൻഡ്രോയിഡിലും പല സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ സെറ്റിങ്സ് ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. 2GB റാമും 32 ഇൻറ്റർണൽ സ്റ്റോറേജാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലൊരു മൈക്ക് വരുന്നുണ്ട്. അത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള വണ്ടികളിൽ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇതിൽ വയർ കട്ടിങ് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. ഒക്കെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.